About the ciliary body. Ciliary body എന്ന് പറയുമ്പോൾ it has two parts, that is pars plicator and pars plana. ഇതിൽ pars plicator എന്ന് പറയുന്നതിനാണ് അതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ciliary പ്രോസസ് ഉള്ളത് ആൻഡ് ദാറ്റ് ഈസ് സെക്രീറ്റിംഗ് ദ അക്വസ്. ഓക്കെ, ദിസ് ഈസ് ദ pars plana. ഓക്കെ, ഇത് റിലേറ്റീവ്ലി വാസ്കുലർ ആയിട്ടുള്ള പാർട്ടാണ് pars plana എന്ന് പറയുന്നത് ഓഫ് ciliary body. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ്, 3 ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ciliary body, ciliary പ്രോസസിന്റെ സഹായത്തോടെ there will be secretion of the aqueous, that is through the ciliary process. ഇനി pars പ്ലാനയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ സൈറ്റ് ഓഫ് എൻട്രി ഇൻ ടു ദ വിട്രസ് ക്യാവിറ്റി. അതായത് ഇത് റിലേറ്റീവ്ലി അവാസ്കുലർ ആയതുകൊണ്ട് തന്നെ ഇതുവഴിയാണ് വിട്രസ് ക്യാവിറ്റിയിലോട്ടുള്ള സൈറ്റ് ഓഫ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അവാസ്കുലർ ആയതുകൊണ്ട് തന്നെ ഡിക്രീസ് ദ ചാൻസ് ഓഫ് ബ്ലീഡിംഗ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഇൻട്രാവിട്രസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ വിട്രസ് സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ദ മെയിൻ റൂട്ട് ഫോർ ഗിവിംഗ് ദ ഇൻട്രാവിട്രസ് ഇഞ്ചക്ഷൻസ് ആൻഡ് വിട്രസ് സർജറി. ഓക്കെ, ദാറ്റ് ഈസ് ദ pars plana. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അക്കോമഡേഷന് സഹായിക്കും. അതായത് പ്രോസസ് ബൈ വിച്ച് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ നിയർ വിഷന് സഹായിക്കുന്നത് ഏതാണ്? ഈ അക്കോമഡേഷന്റെ ഭാഗമായിട്ട് സഹായിക്കും. സോ അപ്പൊ നിയർ റിഫ്ലക്സ് നമ്മൾ പറയുമ്പോൾ നിയർ റിഫ്ലക്സിന് 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദി അക്കോമഡേഷൻ. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ അക്കോമഡേഷൻ. രണ്ടാമത് കൺവെർജൻസ്, അതായത് ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് ദി നമ്മുടെ ബോത്ത് ഐസ്, രണ്ട് കണ്ണിന്റെയും ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് ഐസ്, ദാറ്റ് ഇസ് കൺവെർജൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ മിയോസിസ്, ദാറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്യൂപ്പിൾ. അതില് അക്കോമഡേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ ദ പവർ ഓഫ് ദി ലെൻസ്, ഇൻക്രീസ് ഇൻ ദ പവർ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ഫസ്റ്റ് വൺ. അതായത് നമ്മൾ അക്കോമഡേഷൻ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ എന്താണ്? ലെൻസിന്റെ പവർ കൂടെയാണ്, ഇൻക്രീസ് ഇൻ പവർ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ രണ്ട് ഇത് വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഒന്ന് നമ്മുടെ സൊന്യൂൾസ് ഇല്ലേ, ഓക്കെ, ദിസ് വൺ ഈസ് സിലിയറി സൊന്യൂൾസ്, അതിന്റെ റിലാക്സേഷൻ വഴി. രണ്ടാമത് കൺട്രാക്ഷൻ ഓഫ് ദ സിലിയറി മസിൽസ്. സിലിയറി മസിൽസ് ഇവിടെ ഉണ്ട്. സിലിയറി മസിൽസിന്റെ കൺസ്ട്രക്ഷനും കൺട്രാക്ഷനും ആൻഡ് നമ്മുടെ സിലിയറി സൊന്യൂൾസിന്റെ റിലാക്സേഷനും, ഇങ്ങനെയാണ് മെയിൻലി അവിടെ അക്കോമഡേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമലി ഞാൻ പറഞ്ഞുതരാം. നോർമലി ഇത് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, നോർമലി റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. അതായത് ഇതാണ് ഇപ്പൊ ഫാർ വിഷൻ. ഇപ്പൊ ഫാർ വിഷൻ ആണെങ്കിൽ നമ്മൾ കർവേച്ചർ അത്രയും എന്താണ് കൺവെർജ് ആവേണ്ടത്, നമുക്ക് ഇങ്ങനെ തന്നെ നിന്നാൽ മതി. അപ്പൊ നമ്മൾ നോക്കും നമ്മുടെ നമുക്കറിയാം ഇൻഫിനിറ്റി എന്നാണ്. ഓക്കെ, ഫാർ വിഷൻ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിന്ന് ലൈറ്റ് വരുന്നു ആൻഡ് ദാറ്റ് വിൽ കൺവെർജ് ഓൺ ദി റെറ്റിന. ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് ഫാർ വിഷൻ നടക്കുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഇവിടെ സോണ്യൂൾസ് എന്ന് പറയുന്നത് ടെൻസ്ഡ് ഓർ സ്ട്രെച്ച്ഡ് ആണ്. ഓക്കെ, ഈ കേസിൽ എന്താണ് നമ്മുടെ സോണ്യൂൾസ് ടെൻസ്ഡ് ആയിട്ട് അല്ലെങ്കിലാണ് എന്താണ് സ്ട്രെച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് പുള്ളിങ് ദ ലെൻസ്, എന്നിട്ട് ലെൻസിനെ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പുള്ളി ചെയ്യുകയാണ്. അതുവഴി ആന്റീരിയർ സർഫസ് ഓഫ് ദി ലെൻസ് എന്ത് ചെയ്യും? ബിക്കംസ് ഫ്ലാറ്റൻഡ്, കുറച്ചുകൂടെ ഫ്ലാറ്റൻഡ് ആയി നിൽക്കും. ഓക്കെ, ആൻഡ് പോസ്റ്റീരിയർ സർഫസ് കുറച്ചുകൂടെ കർവ്ഡ് ആയി മാറും. ഓക്കെ, സോ ഹിയർ ദ സിലിയറി മസിൽസ് ഈസ് ഇൻ റിലാക്സ്ഡ് സ്റ്റേറ്റ്. അതുപോലെ സിലിയറി മസിൽസ് ഇവിടെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇൻ ഫാർ വിഷൻ നമ്മുടെ സിലിയറി മസിൽസ് എന്ന് പറയുന്നത് റിലാക്സ്ഡ് സ്റ്റേറ്റിലും നമ്മുടെ സിലിയറി മസിൽസ് ആൻഡ് നമ്മുടെ സിലിയറി സൊണ്യൂൾസ് എന്ന് പറയുന്നത് ടെൻസ്ഡ് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുവഴി നമ്മുടെ ആന്റീരിയർ സർഫസ് ഓഫ് ദ ലെൻസ് ഫ്ലാറ്റൻഡ് ആവുകയും പോസ്റ്റീരിയർ സർഫസ് കുറച്ച് കർവ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആൻഡ് ദിസ് ഈസ് ഇങ്ങനെയാണ് നമ്മുടെ ഫാർ വിഷൻ മെക്കാനിസം. ഓക്കെ, ഇനി നിയർ വിഷൻ ആണ് നമുക്ക് മെയിൻലി എന്ത് വേണ്ടത്? അക്കോമഡേഷൻ വേണ്ടത്. അപ്പൊ നിയർ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റീരിയർ സർഫസ് കുറച്ച് കർവ്ഡ് ആയിരിക്കണം. ഓക്കെ, അതായത് കർവേച്ചർ ഓഫ് ദി ആന്റീരിയർ സർഫസ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ കർവേച്ചർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുവഴി പവർ ഓഫ് ദ ലെൻസ് കൂടും. ഓക്കെ, അപ്പൊ ലെൻസ് കുറച്ചുകൂടി തിക്കർ ആയിട്ട് കാണപ്പെടും. ഓക്കെ, ലെൻസ് വിൽ ബി മോർ തിക്കർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സൊണ്യൂൾസ് എന്താവും? സൊണ്യൂൾസ് ഇവിടെ റിലാക്സ്ഡ് അല്ലെങ്കിൽ സ്ലാക്കൻഡ് ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി കിടക്കും. എന്നിട്ട് നമ്മുടെ സിലിയറി മസിൽസ് ആണ് ഇവിടെ മെയിൻലി എന്ത് ചെയ്യുന്നത്? കൺട്രാക്ട് ചെയ്യും. ഓക്കെ, സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും. അതുവഴി നമ്മുടെ റിംഗ് ഡയമീറ്റർ ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, സോ ഹിയർ വാട്ട് ഈസ് ഇൻ നിയർ വിഷൻ വാട്ട് ഈസ് ഹാപ്പനിങ്? അവിടെ സിലിയറി മസിൽസ് വിൽ കോൺട്രാക്ട് ആൻഡ് അവർ എന്താണ് നമ്മുടെ സിലിയറി സൊണ്യൂൾസ് ഗെറ്റ് റിലാക്സ്ഡ്, ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ടെൻഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇതൊരു പോയിന്റ് സോഴ്സ്, നിയർ വിഷനിലിരിക്കുന്ന പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇവിടുന്ന് റേസ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും ആൻഡ് ദാറ്റ് വിൽ കൺവെർജ് ഓൺ ദി റെറ്റിന. ഓക്കെ, സോ ദിസ് ഈസ് ഹാപ്പനിങ് ഹിയർ. നെക്സ്റ്റ് ഈസ് അനോമലീസ് ഓഫ് അക്കോമഡേഷൻ ആണ്. ഫസ്റ്റ് അക്കോമഡേഷൻ ആദ്യത്തെ ഒരു അനോമലി എന്ന് പറഞ്ഞാൽ പ്രസ്ബയോപ്പിയാണ്. അതായത് ഫിസിയോളജിക്കൽ ഇൻസഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ. ഫിസിയോളജിക്കലി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് 40 ഇയേഴ്സ് ഓഫ് ഏജ്, ഒരു 40 വയസ്സായിട്ട് വരുമ്പോൾ ഏജ് റിലേറ്റഡ് ചേഞ്ച് ആയിട്ടാണ് ഇത് വരുന്നത്. ഡിഫിക്കൽറ്റി നിയർ വിഷൻ, നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഹിയർ ദ പേഷ്യന്റ് വിൽ ബി മെയിൻലി കംപ്ലൈനിങ് ഓഫ് യൂസിംഗ് മൊബൈൽ, റീഡിംഗ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് മെയിൻലി സീൻ അറ്റ് ദി 40 ഇയേഴ്സ് ഓഫ് ഏജ്, ദാറ്റ് ഈസ് പ്രസ്ബയോപ്പിയ. ഓക്കെ, പ്രസ്ബയോപ്പിയ. അപ്പൊ നിയർ വിഷൻ ആണ് ഇവിടെ പ്രശ്നം. അപ്പൊ നിയർ വിഷനും പ്രശ്നമായിട്ട് നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ആയിട്ട് സ്പെക്ടക്കിൾസ് കൊടുക്കാം. സ്പെക്ടക്കിൾസ് അല്ലെങ്കിൽ ഗ്ലാസസ് നമുക്ക് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാം ടു ഇൻക്രീസ് ദ പവർ ടു കൺവേർജ് ലൈറ്റ് റേസ്. അപ്പൊ നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട് കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവേർജ് പവർ കൂട്ടണം ടു കൺവേർജ് ദ ലൈറ്റ് റേസ്. ലൈറ്റ് റേസിന് കൺവേർജ് ആവണമെങ്കിൽ പവർ കൂടണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്പെക്ടക്കിൾസ് ഗ്ലാസസ് അല്ലെങ്കിൽ കോൺവെക്സ് ഗ്ലാസസ് അഥവാ കൺവെർജിംഗ് ഗ്ലാസസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് പവർ എത്ര പവർ വേണമെന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏജ് അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് 40 ഇയേഴ്സ്. അതായത് അറ്റ് 40 ഇയേഴ്സ് ആണെങ്കിൽ
അല്ലെങ്കിൽ +1 ഡയോപ്റ്റർ. ഓക്കെ, +1 ഡയോപ്റ്റർ ഓഫ് പവർ റെക്കോർഡാണ്. ഇനി എവരി അഡീഷണൽ ഇയേഴ്സ്, ദാറ്റ് ഈസ് ഓരോ 5 കൊല്ലവും ആകുമ്പോഴേക്കും നമ്മൾ ഒരു +5 ഇതിന്റെ കൂടെ, അതായത് ഒരു 1+ ഡയോപ്റ്റർ കൊടുത്തതിൽ വീണ്ടും ഒരു 0.5 ഡയോപ്റ്റർ ആഡ് ടു ദ പവർ, ദാറ്റ് ഈസ് എവരി അഡീഷണൽ 5 ഇയേഴ്സിൽ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ പവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സ്പെക്ടക്കിൾസ് പറഞ്ഞെങ്കിൽ 2 ടൈപ്പ് ആണ് മെയിൻലി ഉള്ളത്. മോണോഫോക്കൽ ലെൻസ് ഉണ്ട്, മോണോഫോക്കൽ ലെൻസ് ഉണ്ട്. അടുത്ത പറയാം, മോണോഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോർ പേഷ്യൻസ് ഓൺലി നീഡി നിയർ വിഷൻ ലെൻസസ്. ഓക്കെ, നിയർ വിഷൻ മാത്രം പ്രശ്നമുള്ളവർക്കാണ് നമ്മൾ മോണോഫോക്കൽ ലെൻസസ് കൊടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോർ പേഷ്യൻ ഓൾറെഡി യൂസിങ് ഗ്ലാസസ് ഫോർ ഫാർ വിഷൻ ലൈക്ക് ഫ്രം 5 years onwards. അതായത് ഹിയർ ദിസ് പേഷ്യൻ ഈസ് യൂസിങ് glasses for far vision from 5 years onwards. The patient is using glasses for vision. Okay, അതും far vision വേണ്ടി he is using. Okay, so in this patient we should give mainly progressive lenses or bifocals അല്ലെങ്കിൽ progressive lenses we should give. Progressive lenses, what are the advantages of progressive lenses? Progressive lenses are cosmetically appealing ആണ് due to the seamless transition of lenses, and it covers near, intermediate and far vision. Okay, so this one is the progressive lens. I will show it. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രസീവ് ലെൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ്, കോസ്മെറ്റിക്കലി അപ്പീലിംഗ് ആണ്. കാരണം ഇത് വെച്ചുകൊണ്ട് വേറെ എന്താണ് കുഴപ്പമൊന്നുമില്ല, കോസ്മെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കവേഴ്സ്, ഇത് നിയർ, ഇന്റർമീഡിയറ്റ്, അതായത് 3 ടൈപ്പ് വിഷനെയും ഇത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് വൺ ഈസ് എ പ്രോഗ്രസീവ് ലെൻസ്. ഈ പ്രോഗ്രസീവ് ലെൻസിന്റെ എന്താണ്, പെരിഫറീസിൽ പവർ ഇല്ല. ദർ ഈസ് നോ പവർ ഇൻ ദ പെരിഫറീസ്. ഇവിടെ പവർ എന്ന് പറയുന്നത് മെയിൻലി റെസ്ട്രിക്റ്റഡ് ടു ദി സെന്ററിലാണ് പവർ റെസ്ട്രിക്റ്റഡ്. അതായത് സെന്ററിൽ നമുക്കൊരു എന്താണ്, വി കോൾ ദിസ് എ ഹവർ ഗ്ലാസ് കോൺഫിഗറേഷൻ. ഓക്കെ, സോ റെസ്ട്രിക്റ്റഡ് ഫീൽഡ് ഓഫ് വിഷൻ ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇത് കോസ്മെറ്റിക്കലി അപ്പീലിംഗ് ആണ് ഡ്യൂ ടു ദി സീംലെസ് ട്രാൻസിഷൻ ഓഫ് ലെൻസ്. ഓക്കെ, അത്രയും മതി. അതാണ് പ്രോഗ്രസീവ് ലെൻസ്. പിന്നെ രണ്ടാമത് നമ്മൾ കൊടുക്കുന്നവർക്ക് ബൈഫോക്കൽസ് ആണ്. ബൈഫോക്കൽസിന് തന്നെ 2 ഉണ്ട്. ഡി ബൈഫോക്കൽസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ബൈഫോക്കൽസ് ഉണ്ട്. ഇതിൽ ഡി ബൈഫോക്കൽസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദിസ് വൺ ഈസ് എ ലെൻസ് ഹിയർ. ഈ ഒരു പാർട്ടാണ് മെയിൻലി ഫോർ ഫാർ വിഷൻ ആൻഡ് ദിസ് സ്മോൾ പാർട്ട് ഈസ് ഫോർ ദ നിയർ വിഷൻ. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിറ്റ് ഈസ് കോസ്മെറ്റിക്കലി അൺഅപ്പീലിംഗ് ആണ്. ആൻഡ് ഹിയർ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഇന്റർമീഡിയറ്റ് വിഷൻ. അതായത് ഇവിടെ ഫാർ വിഷനും നിയർ വിഷനും മാത്രമേ ഉള്ളൂ, ഇന്റർമീഡിയറ്റ് വിഷന് വേണ്ടിയിട്ടൊരു സ്ഥലമില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ് എക്സിക്യൂട്ടീവ് ബൈഫോക്കൽസ്. ഇത് കൂടുതലും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്, 50 to 60 years ഉള്ളവരാണ്. ഇവിടെയും ദാറ്റ് ഈസ് ഹിയർ ഒരു സെൻട്രലി നമുക്കൊരു പാർട്ടീഷൻ ഉണ്ട്. ആൻഡ് ഹിയർ ദിസ് ഈസ് ഫോർ ദ ഫാർ വിഷൻ, ദാറ്റ് ഈസ് എ കോൺകേവ് പാർട്ട്, ആൻഡ് ദിസ് ഈസ് ഫോർ ദ നിയർ വിഷൻ, ദാറ്റ് ഈസ് എ കോൺവെക്സ് പാർട്ട്. ഓക്കെ, ഇത് നോ മോർ യൂസ്ഡ് ആണ്, ഓൺലി യൂസ്ഡ് ഇൻ ദ പീഡിയാട്രിക് ഒഫീക്യ. ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ ദ പീഡിയാട്രിക് ഒഫീക്യ. ഹിയർ we can see that here the pupil is bisected by a line between the lines. Okay, here there is a line between the lines that can bisect the pupil. Okay, in what is pediatric aphakia? Pediatric aphakia means child without lens. Okay, child without lens, surgery done to remove the lens. Here the center of the glass pass through the center of the pupil. Okay, pediatric aphakia means what? Here the child is having no lens, he is not having lens, or any surgery is done to remove his lens. Okay, so here we will be using these executive bifocals because the executive bifocals have a line in between them, that will, the center of the glass has a line that pass through the center of the pupil. Okay, and bisect it. Okay, next is a spasm of accommodation, that is continuous state of contraction of ciliary muscles. Okay, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു for occurring for the near vision there will be contraction of the ciliary muscles and the relaxation of the ciliary sonores. അപ്പോൾ if there is continuous state of contraction of ciliary muscles, what will happen? Continuously this anterior curvature is increased and continuously our eyes will be in a state of accommodation. Okay, so what happens? Why this ciliary muscles are in a continuous state of contraction? Because our ciliary muscles cannot relax, because relax ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ they lost their far vision, only near vision is possible, loss of far vision, and we call it as pseudomyopia. What is pseudomyopia? And this is seen in myopia cases, and here this mimics like a myopia. Okay, it is pseudomyopia and this mimics like a myopia. Okay, so here the treatment is we should relax the ciliary muscles, that is by the cycloplegia. We should give the cycloplegia, that is for the relaxation of the ciliary muscles. So what are the drugs? The drugs are first one is mydriatics. We can give mydriatics and cycloplegic. Mydriatics അല്ലെങ്കിൽ cycloplegic കൊടുക്കാം, like atropine, homatropine, cyclopentolate. അല്ലെങ്കിൽ tropicamide not used due to the very weak cycloplegic. Tropicamide നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല because it has a very weak cycloplegic effect. Mainly the drugs used are atropine, homatropine, cyclopentolate. So that's it.